കുറിച്ച് സ്വപ്നം കണ്ടെന്ന് കുട്ടികൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. ജോലിയിലെ സമ്മർദ്ദത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടതായി മുതിർന്നവരും പറഞ്ഞു കാണും. വാർദ്ധക്യം സ്വപ്നങ്ങൾക്ക് മാറ്റം വരുത്തുമെന്ന് വ്യക്തമാണെങ്കിലും അതിനെക്കുറിച്ച് വളരെ കുറച്ച് ഗവേഷണങ്ങൾ മാത്രമാണ് നടന്നിരിക്കുന്നത്. ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ സ്വപ്നങ്ങളിൽ വ്യത്യാസമുണ്ടാവുന്നു എന്നാണ് ഇത്രയും കാലത്തെ ഗവേഷണങ്ങൾ കാണിക്കുന്നത്. ചെറിയ പ്രായത്തിലുള്ളവർ സ്വപ്നങ്ങൾ കൂടുതൽ വ്യക്തമായി കാണുകയും അനുഭവിക്കുകയും ഓർക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രായമായവർ കൂടുതൽ സങ്കീർണവും വൈകാരികവുമല്ലാത്ത സ്വപ്നങ്ങൾ കാണുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ എങ്ങനെ പരിണമിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഏറ്റവും ലളിതവും ഒരുപക്ഷെ ഏറ്റവും സാധാരണവുമായ വിശദീകരണങ്ങളിൽ ഒന്നാണ് തുടർച്ച സിദ്ധാന്തം. 1971 ഈ സിദ്ധാന്തം വരുന്നത്. ഈ സിദ്ധാന്ത പ്രകാരം നമ്മുടെ സ്വപ്നങ്ങൾ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തെ ജീവിതത്തിനെ പ്രതിഫലിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, നാം അവധിയെടുത്ത് വിശ്രമിക്കുകയാണെങ്കിൽ സൂര്യനോ മണലോ ബീച്ചോ സ്വപ്നത്തിൽ വരാം. ജോലിയെക്കുറിച്ച് ഉത്കണ്ഠാകുലരാണെങ്കിൽ ഓഫീസ് സ്വപ്നം കാണാം. തലച്ചോറിന്റെ വികാസം, ഉറക്കഘടന, വൈകാരിക പക്വത എന്നിവയും ജീവിതത്തിലുടനീളം സ്വപ്നത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഓർമ്മ മുതൽ ഉറക്കത്തിന്റെ ഗുണനിലവാരം വരെയുള്ള ഘടകങ്ങൾ സ്വപ്നങ്ങൾ അനുഭവിക്കുന്നതിനെയും ഓർത്തെടുക്കുന്നതിനെയും സ്വാധീനിക്കും. കുട്ടികൾ എങ്ങനെ സ്വപ്നം കാണുന്നുവെന്ന് ഉറക്ക ഗവേഷകനായ ഡേവിഡ് ഫൗൾസ് 1970 മുതൽ 1990 വരെ പഠിച്ചു. കുട്ടികളുടെ സ്വപ്നങ്ങൾ താരതമ്യേന നേരെയുള്ളതായിരുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. മൃഗങ്ങൾ, ചലിക്കാത്ത വസ്തുക്കൾ, ലളിതമായ ഇടപെടലുകൾ എന്നിവയാണ് അവയിൽ പൊതുവായി ഉണ്ടായിരുന്നത്. കൗമാരത്തിൽ സ്വപ്നങ്ങൾ കുട്ടിക്കാലത്തേക്കാൾ കൂടുതൽ വ്യക്തതയുള്ളതുമായി മാറുന്നുവെന്ന് ഡേവിഡ് ഫൗൾസ് ചൂണ്ടിക്കാട്ടി. ജീവിതത്തിൽ അനുഭവിക്കുന്ന നിരവധി മാറ്റങ്ങൾ സ്വപ്നത്തിലുണ്ടാവും. വീഴുന്നതിനെക്കുറിച്ചും ഓടുന്നതിനെക്കുറിച്ചും മൃഗങ്ങളെയും മറ്റും നേരിടുന്നതിനെക്കുറിച്ചും അവർ സ്വപ്നം കാണുന്നു. അതേസമയം മുതിർന്ന കൗമാരക്കാർ സ്കൂളിലെയും പുതിയ ബന്ധങ്ങളെയും സമ്മർദ്ദങ്ങൾ സ്വപ്നത്തിലൂടെ അനുഭവിക്കുന്നു. മുതിർന്നവരുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ സാധാരണയായി കുറച്ചുകൂടി സാധാരണമായി തീരുന്നു. മുതിർന്നവരും വളരെ മുതിർന്നവരും എവിടെയെങ്കിലും വൈകി എത്തുന്നതും എന്തെങ്കിലും ചെയ്യാൻ വീണ്ടും വീണ്ടും ശ്രമിക്കുന്നതും സ്വപ്നം കാണുന്നുണ്ടെന്ന് ഒരു പഠനം കണ്ടെത്തി. വിചിത്രമായ സ്വപ്നങ്ങളും പേടി സ്വപ്നങ്ങളും ആ പ്രായത്തിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ കൗമാര സ്വപ്നങ്ങളിലെ ആക്രമണാത്മകത മങ്ങാൻ തുടങ്ങുകയും സ്വപ്നങ്ങൾ ജീവിതത്തെ കൂടുതലായി പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. പ്രായമേറുമ്പോൾ കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നതായി വയോധികർ റിപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പലരും സ്വപ്നങ്ങൾ അനുഭവിക്കുന്നു, ഒരു സ്വപ്നം കണ്ടതായി ഓർമ്മിക്കുന്നു, പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് ഉറപ്പില്ല. അത് എല്ലാ പ്രായത്തിലുമുള്ള സ്വപ്നങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ ഉറക്കത്തിൽ കണ്ടത് കൃത്യമായും വിവരണാത്മകമായും ഓർമ്മിക്കാനുള്ള കഴിവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജീവിതാവസാനത്തിലും മരണസമയത്തും ആളുകൾ പലപ്പോഴും വേർപിരിഞ്ഞ പ്രിയപ്പെട്ടവരെ കണ്ടതായി റിപ്പോർട്ട് ചെയ്യുന്നു. യാത്രയ്ക്ക് പോകുന്നതിന് തയ്യാറെടുക്കുന്നതായി സ്വപ്നം കണ്ടെന്ന് ചിലർ പറയുന്നു. ഈ സ്വപ്നങ്ങൾ കാണുന്നവർക്ക് ആശ്വാസം നൽകുന്നു. അത് ജീവിതാവസാനത്തിന്റെ പ്രതിഫലനമാണ്.